Next topic is factors influencing individual behavior or factors causing individual behavior. അപ്പോൾ നമ്മൾ പറഞ്ഞു ബിഹേവിയർ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സെവറൽ ഫാക്ടേഴ്സ്. അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ടാവും. ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പല രീതിയിലായിരിക്കും. ഓക്കെ, സി എവറി ഇൻഡിവിജ്വൽസ് ഹാവ് പെർട്ടിക്കുലർ മോട്ടീവ്സ്, ആംബിഷൻസ്, പെർസെപ്ഷൻസ് ആൻഡ് എബിലിറ്റീസ്. നമുക്കറിയുന്ന പോലെ ഓരോ ഇൻഡിവിജ്വലിനും എന്താണ്, അവർക്ക് അവരുടേതായ ഡിസയേഴ്സ് ഉണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും, അവരുടെ മോട്ടീവ്സ് ഉണ്ടാവും, അവരുടേതായ രീതിയിലുള്ള പെർസെപ്ഷൻസ് ആയിരിക്കും, അവരുടേതായ എബിലിറ്റീസ് എല്ലാം ഉണ്ടാവും. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹ്യൂമൻ ബിഹേവിയർ എ കെയർഫുൾ സ്റ്റഡി ഓഫ് ഓൾ ദ ഫാക്ടേഴ്സ് ഇസ് നെസസറി. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ഫാക്ടേഴ്സും നമുക്ക് അറിഞ്ഞിരിക്കണം ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറെ കുറിച്ച് പഠിക്കാൻ. ഇവിടെ എന്തിനാണ് ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യണത്? ഒരു ഓർഗനൈസേഷനിൽ വി ടോൾ ദാറ്റ് ഹ്യൂമൻസിൻ്റെ ഒരു എഫേർട്ടിലാണ് അവിടെ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുക, റൈറ്റ്? അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറെ കുറിച്ച് അസസ് ചെയ്താൽ മാത്രമേ റൈറ്റ് പേഴ്സണിനെ റൈറ്റ് ജോബിലേക്ക് പ്ലേസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ് ഈ ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്ന് പറയുന്നത്. So what are the factors affecting individual behavior? Personal factors, environmental factors and organizational behavior. Personal factorsനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബയോഗ്രാഫിക് ഫാക്ടേഴ്സ് ആൻഡ് ഓർ ബയോഗ്രാഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ലേൺഡ് ക്യാരക്ടറിസ്റ്റിക്സ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്, ലേൺഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബേസിക്കായിട്ട് നമ്മൾ പേഴ്സണൽ ഫാക്ടേഴ്സായിട്ട് ആണ് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യുക. ഇപ്പോൾ ടെക്സ്റ്റ് നോക്കി പഠിച്ചതുകൊണ്ട് തെറ്റില്ല, അതല്ല ഈ നോട്ട്സ് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുകയാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ബട്ട് ബോത്ത് ആർ സെയിം. ഓക്കെ, സോ പേഴ്സണൽ ഫാക്ടേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ബയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ലേൺഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ബയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്, ഏജ്, ജെൻഡർ, റിലീജിയൻ, marital status, experience, intelligence and ability. Learned characteristics la personality, perception, attitudes and values. Now let's see what is the first one, biographical characteristics. Personal characteristics such as age, gender, marital status that are objective and easily obtained from personal records. ഒരു എംപ്ലോയിയുടെ റെക്കോർഡ്സ് നോക്കിയാൽ തന്നെ ഓർഗനൈസേഷന് അവരുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതൊക്കെ എന്താണ്, ഓൾറെഡി ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓൾ റൈറ്റ്, സോ ബയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ജെനറിക് ഇൻ നേച്ചർ ആൻഡ് ആർ ഇൻഹെറിറ്റഡ്. അപ്പോൾ ബയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതെല്ലാം ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ആൻഡ് ദാറ്റ് ഈസ് വെരി നാച്ചുറൽ ഓൾസോ. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ഹൈറ്റ്, സ്കിൻ, കോംപ്ലക്ഷൻ, അവരുടെ വിഷൻ, ഷേപ്പ്, സൈസ്, ഇതൊക്കെ എന്താണ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, നൗ വെദർ ദർ ഈസ് എ കോറിലേഷൻ ബിറ്റ്വീൻ ബോഡി സ്ട്രക്ചർ ഓർ നോട്ട് ഹാസ് ബീൻ സയൻറ്റിഫിക്കലി പ്രൂവൺ. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഓൾ ദാറ്റ് ആർ വാട്ട് ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഏജ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏജ് ആൻഡ് ജോബ് പെർഫോമൻസ് ഇസ് ആൻ ഇഷ്യൂ ഓഫ് ഇൻക്രീസിങ് പെർഫോമൻസ്. നമുക്കറിയാമല്ലോ, ഏതൊരു ജോബിനും റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കോൾ ഫോർ ലെറ്ററിൽ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ഏജ് 18 വയസ്സ് തൊട്ട് 28 വയസ്സ് വരെ ഉള്ളവർക്കാണ്, അല്ലെങ്കിൽ 18 വയസ്സ് തൊട്ട് 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എന്തുകൊണ്ടാണ് ഏജ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്? ഏജും ജോബ് പെർഫോമൻസും എന്ന് പറയുന്നത് അവിടെ എത്രത്തോളം ഇന്ന ഏജിലുള്ള ആൾക്കാർക്ക് എത്രത്തോളം അവിടെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതറിയാം. അതുകൊണ്ടാണ് ഏജ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് സൈക്കോളജിക്കലി യങ് പീപ്പിൾ ആർ എക്സ്പെക്റ്റഡ് ടു ബി മോർ എനർജറ്റിക്, ഇന്നൊവേറ്റീവ്, അഡ്വഞ്ചറസ്, ആംബിഷ്യസ് ആൻഡ് റിസ്ക് ടേക്കിംഗ്. അല്ലേ, ടീനേജേഴ്സ് ആയിരിക്കും ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൂടുതലുണ്ടാവുക. അതുകൊണ്ടാണ് പല കമ്പനിയിലും ഫ്രഷ് ബ്ലഡ്സിനെയാണ് അവരെടുക്കുക, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒന്നും ആഗ്രഹിക്കില്ല അവർ, ഫ്രഷ് ആയിട്ട് പഠിച്ചിറങ്ങുന്ന ഗ്രാജുവേറ്റ്സിന് എടുക്കും. ബിക്കോസ് ദേ ഓൾ ഹാവ് ഓൾ ദീസ് ക്യാരക്ടറിസ്റ്റിക്സ്. ദേ വിൽ ബി മോർ എനർജറ്റിക്, ദേ ആർ ഇന്നൊവേറ്റീവ് ആൻഡ് ദേ ആർ സോ അഡ്വഞ്ചറസ്, ആംബിഷ്യസ് ആൻഡ് റിസ്ക് ടേക്കിംഗ്. അപ്പോൾ അങ്ങനത്തെ ഒരു ജോബിന് വേണ്ട ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ദേ വിൽ ടേക്ക് ഓർ ദേ വിൽ ക്യാപ്ചർ സച്ച് ഇൻഡിവിജ്വൽസ്. ഓക്കെ, ഇനി അതല്ല, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഏജ് എന്തായിരിക്കും, 50 to 60 or 40 to 50 എന്നുള്ള ഒരു ഏജിലായിരിക്കും ഓർഗനൈസേഷനിൽ പീപ്പിളിനെ റിക്രൂട്ട് ചെയ്യുക. നൗ വെയർആസ് ഓൾ പീപ്പിൾ ആർ സപ്പോസ് ടു ബി മോർ കൺസർവേറ്റീവ്, സെറ്റ് ദെയർ വൺ വേ ആൻഡ് ലെസ് അഡാപ്റ്റബിൾ. ദോ ഇറ്റ് ഈസ് ഇൻകറക്റ്റ് ടു ജനറലൈസ് ഇൻ ഓൾ ദ കേസസ് ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏജ് ആൻഡ് ആബ്സെൻറ്റീസ്. അപ്പോൾ ഏജും ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലുള്ള ഓർഗനൈസേഷൻ്റെ ആ ഡെസിഗ്നേഷനും തമ്മിൽ ദർ ഇസ് എ കോറിലേഷൻ ബിറ്റ്വീൻ both these two factors. Okay, so age എന്ന് പറയുന്നതും one of the important characteristics in
individual behavior. Next, gender. Studies and research has proved that there are few, if any, important differences between man and woman that will affect their job performance. Gender has its impact on absenteeism. ജെൻഡറിന് ആബ്സെൻറ്റിസത്തിൻ്റെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ ദേ വിൽ ഹാവ് ലോട്ട്സ് ഓഫ് ഫാമിലി ഓറിയൻറ്റഡ് പ്രോബ്ലംസ്, കുട്ടികളും മക്കളായിട്ടൊക്കെ ദേ വിൽ ടേക്ക് മോർ ആബ്സെൻറ്റിസം കമ്പയറിങ് ടു ദ മെയിൽ അല്ലേ. സോ ജെൻഡർ ഇപ്പം നമുക്കറിയാം, ചില ജോബിന് മെയിലിനെ പ്രിഫർ ചെയ്യും, ചില ജോബിന് എന്താ പറയുക ഫീമെയിലിനെ തന്നെ പ്രിഫർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അപ്പം ജോബിനെ നോക്കിയിട്ടാണ്, അതായത് ജോബും ആ ജെൻഡറും തമ്മിലും എന്താണ് റിലേറ്റഡ് ആണ്. റിലീജൻ ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ LP സ്കൂൾ കുട്ടികൾക്കൊക്കെ കൂടുതലും അവിടെ ലേഡീസ് ടീച്ചേഴ്സ് ഉണ്ടാവുക, അവിടെയുള്ള മെയിൽ ടീച്ചേഴ്സ് വളരെ കുറവായിരിക്കും. ഓക്കെ, ബിക്കോസ് ഓഫ് വാട്ട്? ബിക്കോസ് ഓഫ് ദാറ്റ് ജോബ്. കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഇറ്റ് മേ ബി മോർ അഡാപ്റ്റീവ് ടു ദ ഫീമെയിൽസ്. Okay, like that. Next comes religion. Religion and religion-based cultures play an important role in determining some aspects of individual behavior. ഒരു റിലീജിയനിൽ വിശ്വസിക്കുന്നവർക്ക് ചിലപ്പോൾ വാല്യൂസ് എന്താണ്, ഒരു നല്ല വാല്യൂസ് ഉണ്ടാവാം. ഇല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറയുന്നത് ഒരാളുടെ വാല്യൂസും അവരുടെ കൾച്ചറും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ റിലീജിയനെ ബേസ് ചെയ്തിട്ടും ജോബ് പെർഫോമൻസിൽ എന്താണ് റിലേറ്റഡ് ആണ്. ജോബും ജോബ് പെർഫോമൻസും എല്ലാം റിലേറ്റഡ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ബയോഗ്രഫിക്കൽ factors. Next come marital status. There are not enough studies which could draw any conclusions as to whether there is any relationship between marital status and job performance. ചില ജോബിലൊക്കെ കണ്ടിട്ടുണ്ട്, മാരീഡ് ആണെങ്കിൽ വേണ്ട പറയും, ഇല്ലെങ്കിൽ ചില ജോബിലേക്ക് മാരീഡ് ആവരുത്, ഈവൻ ബിഫോർ മാരേജ് അവർ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോണ്ട് പീരീഡ് കഴിയണ വരെ ദേ ഷുഡ് നോട്ട് മാരി എന്നൊക്കെ പറയുന്നുണ്ടാവും. അതായത് മാരേജ് കഴിഞ്ഞു എന്ന് വെച്ചാൽ ദേ വിൽ ഹാവ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ആ ജോബ് പെർഫോമൻസും ആ ഒരു ലൈഫും പറ്റില്ല. അപ്പോൾ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ബയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും ഒരു ജോബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ്. Next come experience. It is considered to be a good indicator of employee performance. There is a positive relationship between experience and job performance. There is negative relationship between seniority and ആബ്സെൻറ്റീസ്. ഇപ്പോൾ എക്സ്പീരിയൻസിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എംപ്ലോയിയുടെ പെർഫോമൻസ്, ഓക്കെ, ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് എക്സ്പീരിയൻസും ജോബ് പെർഫോമൻസും. നമ്മൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് ഒരു കാര്യത്തിലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും ആ ജോബിന്. ഓക്കെ, ആൻഡ് ദർ ഇസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീനിയോറിറ്റി ആൻഡ് ആബ്സെൻറ്റിസം. ഒരു സീനിയോറിറ്റി ആയിട്ടുള്ള ഒരാൾക്ക് എന്താണ് ആബ്സെൻറ്റിസവും അവിടെ കുറവായിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ദ സ്റ്റഡി പ്രൂവ്സ്. ഓക്കെ, നെക്സ്റ്റ് കം ഇൻ്റലിജൻസ്. വെദർ ഇറ്റ് ഈസ് ആൻ ഇൻഹെറിറ്റഡ് ട്രേറ്റ് ഓർ അക്വയർഡ് ട്രേറ്റ്, ഇൻ്റലിജൻസ് അഫക്ട്സ് ദ ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നല്ലൊരു നമുക്ക് എന്താ പറയുക പാരമ്പര്യമായിട്ട് നമ്മൾ വളരെ ബുദ്ധിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബുദ്ധി ഉണ്ടാവാം. ഇനി അതല്ല, ബുദ്ധിയൊന്നും ഇല്ല, വലിയ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ കയ്യിൽ നിന്നാണെങ്കിൽ വരുന്ന ഒരു തലമുറയിലുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിലും ദേ വിൽ ഹാവ് ഇൻ്റലിജൻസ്. ഇറ്റ് മേ ബി അക്വയർഡ് ട്രേറ്റ്, അത് ലേൺഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇൻഹെറിറ്റഡും ആവാം, അക്വയർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സും ആവാം ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഇൻ്റലിജൻസ് എന്താണ്, ഒരു പീപ്പിളുടെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ബട്ട് ഇറ്റ് അഫക്ട്സ് ആൻ individual's behavior. Next come ability. Ability is the criteria used to determine what a person can do. Ability എന്ന് പറയുന്നത് എന്താണ്, ഒരു പേഴ്സൺ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് എബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഒരു പക്ഷേ നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മൾ പഠിച്ച് ചെയ്യുന്നതുണ്ടാവാം നമ്മുടെ ആ ഒരു എന്തൂസിയാസത്തിൽ. ഓക്കെ, സോ എബിലിറ്റി ഈസ് ഓൾസോ എ ക്രൈറ്റീരിയ യൂസ്ഡ് ടു ഡിറ്റർമിൻ വാട്ട് എ പേഴ്സൺ ക്യാൻ ഡു. നെക്സ്റ്റ് കംസ് എബിലിറ്റി. ഈ എബിലിറ്റി തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ എബിലിറ്റി തന്നെ രണ്ട് തരത്തിലുണ്ട്. ഇൻ്റലക്ച്വൽ എബിലിറ്റി